ഇക്വിലിബ്രിയം ഉണ്ടാകുമെന്ന് തീരുമാനിക്കുന്ന അവരാണ്. അല്ലെങ്കിൽ തന്നെ വേദവ്യാസൻ വളരെ വ്യക്തമായിട്ട് പ്രായേണ അല്പായുഷ മന്ദബുദ്ധയ കലൗജനാഹ എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്പായുസ്സുകളും മന്ദബുദ്ധികളുമാണ് കലികാലത്തിലെ ജനങ്ങൾ. അത് നേരത്തെ തന്നെ എസ്റ്റാബ്ലിഷ്ഡ് ആണ്. അപ്പോൾ അമ്മയെപ്പോലുള്ള ആൾക്കാർ വരുമ്പോഴത്തേക്കും കാലത്തിനനുസരിച്ചാണ് അവർ പ്രവർത്തിക്കുന്നത്. അവരെ ധർമ്മം പഠിപ്പിക്കുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ശാസ്ത്രം പഠിച്ച് അത് പ്രഭാഷണങ്ങൾ ചെയ്യുകയല്ല, മറിച്ച് സാധാരണക്കാരൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ വിഷമങ്ങളും വേദനകളും മനസ്സിലാക്കി അവരുടെ കണ്ണീരൊപ്പുന്നതിലേക്കാണ് അമ്മ കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്നത്. ശാസ്ത്രം പഠിക്കുന്നത് കൊണ്ടും പഠിപ്പിക്കുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിൻ്റെ ഇൻറ്റൻഷൻസ് ശുദ്ധമായിരിക്കണം. അതാണ്. അതുകൊണ്ട് ശാസ്ത്രം പഠിക്കേണ്ടെന്ന് നമുക്ക് ഒരിക്കലും നിരാകരിക്കാൻ പറ്റില്ലല്ലോ. ശാസ്ത്രത്തിന് ഏറ്റവും അധികം പ്രസക്തിയല്ലേ. പക്ഷേ ശാസ്ത്രത്തിൻ്റെ കൃത്യമായിട്ടുള്ള ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കണം. ശാസ്ത്രം ഒരു ഖരപദാർത്ഥമല്ല, ഒരു വിഷയമല്ല എന്നുള്ളത് മനസ്സിലാക്കണം. അത്യന്തം സൂക്ഷ്മബുദ്ധികളായിരുന്ന കാലത്ത് ഗുരുക്കന്മാർ ശിഷ്യന്മാർക്ക് ശാസ്ത്രം പകർന്നത് പുസ്തകങ്ങൾ വെച്ചിട്ടല്ല. സൂക്ഷ്മബുദ്ധി തന്നെ അത് ഗ്രഹിക്കുമായിരുന്നു. പുസ്തക രൂപങ്ങളൊക്കെ എന്നാ വന്നത്? അത് ഞാൻ നേരത്തെ ചോദിച്ചല്ലോ. ഇന്നത്തെ കാലത്ത് ശരിയായിട്ട് സാമ്പ്രദായികമായിട്ട് കർക്കശമായ രീതിയിൽ ശാസ്ത്രം 12 വർഷം പഠിപ്പിക്കുന്ന എത്ര പ്രസ്ഥാനങ്ങളുണ്ട്? സ്വാമിജി, ഈ ഇപ്പം പറഞ്ഞത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ ഓടിയെത്തിയത് ശ്വേതകേതുവിൻ്റെ ഉദാഹരണമാണ്. അതെ, ശ്വേതകേതുവിന് അച്ഛൻ മഹാവാക്യം ഉപദേശിച്ചു കൊടുത്തത് പുസ്തകങ്ങളിലൂടെയല്ല, ഒരു ഉദാഹരണത്തിലൂടെ, ഒരു ജീവിതാനുഭവത്തിലൂടെയാണ് ഉദാഹരിച്ചു കൊടുത്തതും കാണിച്ചു കൊടുത്തതും. അതേപോലെ തന്നെയാണ് അമ്മയുടെ മഹാഗുരുക്കന്മാരെല്ലാം തന്നെ അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാ മഹാൻ ഗുരുക്കന്മാരും അവരവരുടെ ജീവിതങ്ങളിലൂടെ തന്നെയാണ് ശാസ്ത്ര സന്ദേശം ലോകത്തിന് എത്തിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും അങ്ങനെ മാത്രമേ ശരിയായ ശിഷ്യന്മാരുണ്ടായിട്ടുള്ളൂ. ശരിയായ ശിഷ്യന്മാരാണ് ശരിയായ ഗുരുക്കന്മാരായിട്ടുള്ളതും. അമ്മയുടെ അടുത്ത് ഒരു കാര്യം പോയി ചോദിക്കാൻ ഒരു ജനാവലിയുടെ ആവശ്യമൊന്നുമില്ലല്ലോ. ഒരു വ്യക്തിക്ക് സംശയങ്ങളുണ്ടെങ്കിൽ, അമ്മയുടെ തന്നെ പ്രവർത്തനങ്ങളെക്കുറിച്ചും പ്രവൃത്തിയെക്കുറിച്ചും സംശയങ്ങളുണ്ടെങ്കിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള അമ്മയെ ഏത് സമയവും പോയി കാണാവുന്നതല്ലേ ഉള്ളൂ. തീർച്ചയായിട്ടും എപ്പോഴും അവൈലബിൾ ആണല്ലോ അമ്മ. ഈ ദർശനം കൊടുക്കുന്നത് തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ അതിശയമാണ്. വണ്ടേഴ്സ് ആർ മെനി ബട്ട് മാൻ ഈസ് ദ ഗ്രേറ്റസ്റ്റ് എന്ന് സോഫോക്ലീസ് പറഞ്ഞിട്ടുണ്ട്. ആ അത്ഭുതമാണ് അമ്മ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. 24 മണിക്കൂർ, ഇത് ഒരു പെർസെപ്ച്വൽ നോളജാണ്, പ്രത്യക്ഷ പ്രമാണമാണ്. 24 മണിക്കൂർ ഒരു വ്യക്തി ദർശനം കൊടുക്കുകയാണ്. ഇതെന്ത് പ്രക്രിയയാണ്? ഇതെന്ത് അധ്വാനമാണെന്ന് ആലോചിച്ച് നോക്കുക. ഒരു തരത്തിൽ ആർക്കും ഒന്നും ചോദിക്കാൻ അധികാരമില്ല. കാരണം അധ്വാനിക്കുകയാണ് അമ്മ ചെയ്യുന്നത്. ഞങ്ങളൊക്കെ ചുമ്മാതിരിക്കും. അമ്മ പറയും അധ്വാനിക്കണം, അവിടെ അധ്വാനിക്കണം എന്ന് പറയും. അത് കേട്ടാൽ പോയി അധ്വാനിക്കും. 24 മണിക്കൂർ അധ്വാനമാണ്. മറ്റുള്ളവർക്ക് സാന്ത്വനമേകാൻ. തീർച്ചയായിട്ടും ഗുരുക്കന്മാരാണ് ശാസ്ത്രങ്ങളെ പ്രകാശിപ്പിക്കുന്നത്. ഗുരുക്കന്മാരുടെ അഭാവത്തിൽ ശാസ്ത്രങ്ങൾ പ്രകാശിക്കില്ല. അതിന് ഒരു സംശയമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അത് മാത്രമല്ല, ഇപ്പം മീമാംസയിലൊക്കെ പോയി കഴിഞ്ഞാൽ സ്വർഗ്ഗകാമോ പശും യജേത, സ്വർഗത്തെ ആഗ്രഹിക്കുന്നവൻ പശുവിനെ യജിക്കണം. അങ്ങനല്ലേ അതിന്? അല്ലേ? അതെ, എനിക്കറിയാമല്ലോ. സോമയാഗത്തിൻ്റെ. അതെ. അപ്പോൾ പശു കൊണ്ട് ഉദ്ദേശിക്കുന്നത് അജ്ഞാനമാണ്. ഈ ഒരു വരി പഠിച്ചിട്ട് എത്ര പേര് അജ്ഞാനത്തെ ഹോമിക്കുന്നുണ്ട്? അപ്പം ശാസ്ത്രവാക്യങ്ങളെ കൊണ്ട് സത്യത്തിൽ ഇതേ ഉള്ളൂ. അജ്ഞാനത്തെ ഹോമിക്കണമെങ്കിൽ അതിനുള്ള ആധികാരികത വേണം, ആ പ്രയത്നം ചെയ്യാനുള്ള ആത്മാർത്ഥത വേണം, ഗുരുക്കന്മാരുടെ വൈഭവം, കൃപാവൈഭവം വേണം. ശാസ്ത്രങ്ങൾ ചൂണ്ടുപലകകൾ മാത്രമാണ്. അത്രയേ ഉള്ളൂ. അതെല്ലാവരും പറഞ്ഞിട്ടുള്ള കാര്യമാണല്ലോ. അപ്പോൾ ഇതിനകത്ത് അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, മാതാ അമൃതാനന്ദമയി മഠം ഭക്തി പ്രസ്ഥാനമാണെന്ന് പറയുന്നെങ്കിൽ ഞങ്ങൾ അഭിമാനിക്കുന്ന ഒരു തരത്തിൽ. കാരണം ഏറ്റവും ശ്രേഷ്ഠമായ മാർഗം ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു എന്നവർ തന്നെ സമ്മതിച്ചു തന്നിരിക്കുന്നു. സന്യാസി ആകുന്നതിന് ഗീതാ പഠനം അല്ലെങ്കിൽ അതുപോലെ ഉപനിഷത്ത് പഠനം അത് മാത്രം മതിയോ? കുറച്ചു കാലം ഗീത പഠിക്കുക, കുറച്ചു കാലം ഉപനിഷത്തുക്കൾ പഠിക്കുക, കുറച്ചു കാലം ബ്രഹ്മസൂത്രങ്ങൾ പഠിക്കുക, അങ്ങനെയെല്ലാം പഠിക്കുക, വസ്ത്രം മഞ്ഞയിൽ നിന്ന് കാവിയിലേക്ക് മാറുക, അത് മതിയോ? ഇതൊക്കെ കേവലം ബാഹ്യങ്ങളായ ചേഷ്ടിതങ്ങൾ മാത്രമാണ്. ഞാനിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഡോണ്ട് റീഡ് ഗീത, ഈറ്റ് ഇറ്റ്. ഗീതാസു ഗീതാ കർത്തവ്യ കിമന്യേഹി ശാസ്ത്രവിസ്തരേഹി യാ സ്വയം പത്മനാഭസ്യ മുഖപത്മാത് വിനശ്യത. ഗീത മാത്രം പഠിച്ചാൽ മതി. പക്ഷേ ഗീത മാത്രം പഠിക്കുന്നത് മധുസൂദന സരസ്വതിയെ പോലെ പഠിക്കണം. അദ്വൈത സിദ്ധിയുടെ ആചാര്യനായ മധുസൂദന സരസ്വതി ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്താ എഴുതി വെച്ചത്?
കൃഷ്ണാത് പരം കിമപി തത്വമഹം ന ജാനേ എന്നല്ലേ? കൃഷ്ണനപ്പുറം ഒരു തത്വം ഞാൻ കാണുന്നില്ല. അതും ഭക്തി പ്രസ്ഥാനമായല്ലോ. ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, ഇതൊക്കെ ആര് പറയുന്നു? ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ നമ്മളുടെ വിശ്വാസത്തെ നിലനിർത്തുന്നെങ്കിൽ അതിനെ നമ്മൾ ശ്രദ്ധ എന്ന് വിളിക്കും. വിശ്വാസങ്ങളിൽ ഏറ്റവും നല്ല ശ്രേഷ്ഠമായ വിശ്വാസം ഈശ്വര വിശ്വാസമാണ്. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈശ്വര വിശ്വാസം ഉണ്ടെങ്കിൽ അമ്മയുടെ ഭാഷയിൽ മറ്റ് പല ദുർഗുണങ്ങളും തിന്മകളും കൈവിടാൻ നമുക്കൊരു അവസരമുണ്ടാകും. അതുകൊണ്ടാണ് അതിന് ഏറ്റവും ശ്രേഷ്ഠമായ വിശ്വാസം എന്ന് പറയുന്നത്. ഈശ്വരനെ സാക്ഷാത്കരിച്ചവരല്ല ഈശ്വര വിശ്വാസികൾ. ഈശ്വര വിശ്വാസികൾ ആ സാക്ഷാത്കാരത്തിന് വേണ്ടി ശ്രമിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ ബലത്തോടു കൂടി നമുക്ക് തിന്മകൾ കൈവിടാം. അതാണ് ആ വിശ്വാസത്തിൻ്റെ പ്രത്യേകത. എന്തായാലും ഒരു കാര്യം അമ്മ എപ്പോഴും പറയാറുണ്ട്, കടലാസിൽ പഞ്ചസാര എന്ന് എഴുതി വെച്ചിട്ട് നക്കിയാൽ ഒരു കാരണവശാലും പഞ്ചസാരയുടെ മാധുര്യം കിട്ടില്ല. എത്ര ശാസ്ത്രം പഠിച്ചാലും ബ്രഹ്മാനുഭൂതി ഉണ്ടാവണമെന്നില്ല. ബ്രഹ്മാനുഭൂതി തരുന്ന ആളാണ് യഥാർത്ഥ ഗുരു. അത് നമ്മൾ സാധാരണ ലോകത്തിൽ തന്നെ കാണുന്ന അങ്ങനല്ലേ? നല്ലൊരു തബലിസ്റ്റിന് മാത്രമേ നല്ലൊരു തബലിസ്റ്റിനെ ഉണ്ടാക്കാൻ സാധിക്കത്തുള്ളൂ. നല്ലൊരു വയലിൻ